എല്ലാവരും ചൊല്ലിക്കോളൂ. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. വെള്ളിയാഴ്ച കൂടിയാണ്. ദുൽഹിജ്ജ 30 ഇന്ന്. മഗ്രിബോടുകൂടെ മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹ് ഒരു പുതിയ വർഷം തുടങ്ങണല്ലോ. ഒരു പുതിയ വർഷം ആരംഭിക്കുകയല്ലേ മുഅ്മിനീങ്ങളെ. നല്ല ഒരു തുടക്കമാകണോ. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണോ. മുഹറം ആദ്യത്തിലേക്ക് കടക്കുമ്പോ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ റബ്ബിനെ ഒന്ന് സ്തുതിക്കണോ. അൽഹംദുലില്ലാഹ്. കാരണം എന്താണെന്നറിയോ? ഓരോ പുതുവർഷങ്ങൾ വരുമ്പോഴോ അല്ലാഹു നമുക്ക് ആ പുതുവർഷത്തെ സ്വീകരിക്കാൻ സൗഭാഗ്യം തന്നുവല്ലോ. അൽഹംദുലില്ലാഹ്. മുഹറം മാസത്തിനെ ബഹുമാനിക്കണോ. അല്ലാഹു ആദരിച്ച മാസമാണ് മുഹറം. വളരെ ശ്രേഷ്ഠതയുണ്ടെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച മാസമാണ് പരിശുദ്ധമായ ശഹ്റുല്ലാഹിൽ മുഹറം. ആ മുഹറം മാസത്തിനെ നല്ലതുപോലെ നമ്മൾ ബഹുമാനിക്കണോ, ആദരിക്കണോ. മുഹറം എന്നുള്ളത് ഒരു വർഷത്തിന്റെ പ്രാരംഭത്തിലെ മാസമാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒരു ജീവിതം, തെറ്റുകളിൽ നിന്ന് വിട്ടുകൊണ്ടുള്ള ജീവിതം. എന്തെല്ലാം തെറ്റുകളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ഒരു ജീവിതം, കൃത്യനിഷ്ഠമായ ജീവിതം, നല്ലതുപോലെ ഇബാദത്ത് ചെയ്ത് നല്ല ഇഖ്ലാസോടുകൂടെയുള്ള ഒരു ജീവിതം വേണം. ആരോടൊക്കെ പിണക്കമുണ്ടോ എല്ലാ പിണക്കങ്ങളും മാറ്റണോ. ഒരുപാട് ആളുകൾ ചോദിച്ചോ, ഉസ്താദേ മുഹറം മാസമല്ലേ വരുന്നത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് അറിയുന്നതിന്റെ മുമ്പ് മുഹറം എന്ന പുതിയ ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസം, ആദ്യത്തെ ദിവസം വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പിണക്കങ്ങളൊക്കെ മാറ്റണോ. എല്ലാ പിണക്കങ്ങളും മാറ്റി ആരോടല്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിച്ച് എല്ലാ നിലയിലും നമ്മള് നല്ല സ്വഭാവമുള്ളവരാകണോ. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണോ. മദ്യപിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കരുത്, മദ്യപിക്കരുത്, അതേ ചീത്ത കൂട്ടുകെട്ടിൽ പെടരുത്. എന്തെല്ലാം മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റുമെന്നൊരു തീരുമാനമെടുക്കണോ. എപ്പോഴും മൊബൈൽ ഫോണിന് അഡിക്ഷൻ ആവരുത്. മുഅ്മിനീങ്ങളെ ഖുർആൻ ഓതുന്നവരാകണോ, സ്വലാത്ത് ചൊല്ലുന്നവരാവണോ, ദിക്ർ ചൊല്ലുന്നവരാവണോ, അദ്കാർ ചൊല്ലുന്നവരാകണോ. ഇങ്ങനെ നല്ല ഒരു ജീവിതം വേണോ. അതേ മുഹറത്തിന്റെ മാസത്തില് പരിശുദ്ധമായ ഈ മുഹറത്തിൽ അമ്പിയാക്കളെ ചരിത്രത്തിൽ വളരെ ശ്രേഷ്ഠമേറിയ സംഭവങ്ങൾ നടന്ന മാസമല്ലേ മുഹറം. ആ മുഹറത്തിന്റെ ശ്രേഷ്ഠതകൾ എത്രയാണ്. യാ അല്ലാഹ്, ഞങ്ങൾ ഈ മാസത്തെ, ഈ വരാനിരിക്കുന്ന പുതുവർഷത്തെ സ്വീകരിക്കുകയാണ്. നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഓരോ വർഷവും കഴിയുമ്പോൾ നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി 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 പോവുകയാണ്. ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാനുള്ളതാണ്. മരണത്തെ കുറിച്ച് ഓർക്കുന്നതിനെ അധികരിപ്പിക്കണം. എപ്പോഴാണ് നമ്മുടെ മരണം, എപ്പോഴാണ് നമ്മുടെ മരണം നമുക്കറിയില്ല. ഞങ്ങൾക്കെല്ലാം നല്ലൊരു മൗത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറിൽ മുഹറത്തെ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വർഷമാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുക. എന്തെല്ലാം തെറ്റുന്ന നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ ചെയ്യുന്നത്, എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു മാറ്റം വരുത്തി ഇനി നല്ലൊരു ജീവിതം
ഓരോ ദിവസവും നമ്മളൊരു ഡയറി എഴുതുന്ന ശീലം ഉണ്ടായാൽ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല, നാളെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, കൃത്യനിഷ്ഠമായ ഒരു ജീവിതം. ഇന്ന് ഏതെല്ലാം ജമാഅത്ത് എനിക്ക് ലഭിച്ചു, ഏതെല്ലാം ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു, ഇന്നെത്ര സ്വലാത്ത് ചൊല്ലി, നാളെ എത്ര കൂട്ടാൻ പറ്റും, ഇന്നെത്ര ചൊല്ലി, ഇന്നലെ എത്ര ചൊല്ലി, ഇങ്ങനെ നല്ല ഒരു ജീവിതം അൽഹംദുലില്ലാഹ് അങ്ങനെ ഉണ്ടായാൽ അത് വലിയ ബറക്കത്തുള്ള ജീവിതമായി മാറും. അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തുടങ്ങിക്കൂടെ നല്ല ഒരു തുടക്കം ഇൻഷാ അല്ലാഹ്. ഒരു പുതിയ വർഷം വരുമ്പോൾ നല്ല ഒരു തുടക്കം ഇൻഷാ അല്ലാഹ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം ഒരു പുതുവർഷമാണ്, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭമാണ്. ആദ്യം നമ്പർ 1 പറയാനുള്ളത് നന്നാവുക. നമ്മളെല്ലാവരും നന്നാവുക എന്നുള്ള തീരുമാനം. പിന്നെ മുഹറത്തിൽ ചൊല്ലേണ്ടതും മറ്റും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. നമുക്ക് ഒരുപാട് ചൊല്ലാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് മാത്രം, നന്നാവാൻ തീരുമാനിക്കുക. നല്ലൊരു ജീവിതം, കൃത്യനിഷ്ഠമായ ഒരു ജീവിതം, അലസതകളൊക്കെ മാറ്റിവെച്ച് നല്ല ഒരു ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പിണക്കങ്ങൾ മാറ്റുക. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.